ഹായ്. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കണതേ ഒരു സ്കിൻ കെയർ സിറം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യമേ തൊട്ട് ചെയ്യുന്നതാണ്. അപ്പം മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ ഒരുപാട് ഇങ്ങനെ ചെറിയ ഡൾനെസ് ഒക്കെ വരും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഒരു അടിപൊളി സിറം ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടി ഞാൻ എടുത്തേക്കണത് ഗ്ലിസറിനാണ് കേട്ടോ. പിന്നെ നമ്മുടെ റോസ് വാട്ടർ, പിന്നെ ചെറുനാരങ്ങ നീര്. അപ്പോൾ നമുക്കതൊന്ന് എങ്ങനെയാണ് മിക്സ് ചെയ്യണേന്നൊന്ന് നോക്കാം. അപ്പം ഗ്ലിസറിൻ ഒരു 2 ടീസ്പൂണ് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ചെറിയ ടീസ്പൂണാണ്. ഇതിലൊരു 2 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. അതിലേക്ക് നാരങ്ങ നീര്. അപ്പം നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് നാരങ്ങ നീര് കുറച്ച് ചേർത്താൽ മതി, അധികം ചേർക്കണ്ട. ഡ്രൈ സ്കിൻ നല്ല ഓയിലി ആണെങ്കിൽ നാരങ്ങ നീര് ഇത് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ടീസ്പൂൺ തന്നെ നാരങ്ങ നീര് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ റോസ് വാട്ടർ. അപ്പം ഡ്രൈ സ്കിന്നാണെങ്കിൽ റോസ് വാട്ടർ കൂടുതൽ ചേർക്കാം കേട്ടോ. റോസ് വാട്ടർ ഞാനൊരു 3 ടീസ്പൂണ് ചേർക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സിറം. അപ്പം നമുക്ക് കറ്റാർവാഴ വേണമെങ്കിൽ ഇതിൽ ചേർക്കാം. കറ്റാർവാഴ ചിലർക്ക് അലർജി ഉണ്ടാവും, ചൊറിച്ചിൽ അങ്ങനെയൊക്കെ വരും. അപ്പോൾ അത് കുഴപ്പമില്ല, അലർജി ഇല്ലാത്തവർക്ക് ചേർക്കാം. പിന്നെ ഒന്ന് തേനാണ്. തേൻ അടിപൊളിയാണ് ഇതിൻ്റെ കൂടെ. പക്ഷെ നമ്മളിത് രാത്രിയാണ് പറ്റേണ്ടത്. അപ്പം രാത്രി പറ്റുമ്പോൾ തേൻ ഇതായിട്ട് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഉറുമ്പൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളിത് രാത്രി പറ്റുകയാണെങ്കിൽ തേൻ ചേർക്കണ്ട. പക്ഷെ നമ്മൾ കാലത്ത് എണീറ്റിട്ട് നമ്മൾ പണിയൊക്കെ ചെയ്യുന്നതിന് മുന്നേ ഇതൊന്ന് പരട്ടിയിട്ട് പിന്നെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വെച്ചിട്ട് കഴുകി കളയുകയാണെങ്കിൽ അപ്പം ഇത്തിരി തേൻ ചേർത്തിട്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായി മസാജ് ചെയ്യുക. എന്നിട്ട് ഒരു അരമണിക്കൂർ അവിടെ വെക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായി വാഷ് ചെയ്ത് കളയുക. നല്ല അടിപൊളിയാണ്. സ്കിന്ന് നല്ലോണം വാഷ് ചെയ്ത് ആദ്യം തന്നെ വാഷ് ചെയ്തിട്ട് വേണം കേട്ടോ അത് പരട്ടാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. അപ്പം നമ്മുടെ സ്കിൻ നല്ല സൂപ്പറായിരിക്കും. അടിപൊളിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. സ്പ്രേ ബോട്ടിലാക്കി വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണം. എങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ സ്കിന്നിൽ കൈമിലൊക്കെ പറ്റാട്ടോ. നമുക്ക് പരത്തി അവിടെ ഇട്ട് കഴിഞ്ഞാൽ രാത്രി കംപ്ലീറ്റ് ഓവർനൈറ്റ് നമുക്ക് പരത്തിയിടാം. അപ്പോൾ ഓവർനൈറ്റ് പറ്റുമ്പോൾ തേൻ ചേർക്കരുത്. അപ്പോൾ ഇത് നല്ലൊരു സ്കിൻ കെയറിൻ്റെ ഒരു നല്ല സിറമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ കുറേശ്ശെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ആഴ്ചയൊക്കെ നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അടിപൊളിയാണ്.